ഒരു ഭാര്യ പറയാണ് സപ്താഹം കേൾക്കാൻ പോവാം, പിടിച്ചു വലിക്കുകയാണ് അങ്ങോട്ട്. ഒരു ഭാര്യ പറയാണ് നാടകം കാണാൻ പോവാം, ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ. ഒരു ഭാര്യ സിനിമയ്ക്ക് വേണ്ടി പിടിച്ചു വിളിക്കുന്നു. ഒരു ഭാര്യ പറയാണ് കടപ്പുറത്ത് പോയിട്ട് കാറ്റ് കൊള്ളാം. ഒരു ഭാര്യ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ എങ്ങോട്ട് പോകും? അപ്പൊ ഈ 5 ഭാര്യമാര് 5 വിഷയങ്ങളിലേക്ക് ബലാത്കാരമായിട്ട് പിടിച്ചു വിളിക്കുമ്പോൾ ഇയാളുടെ കാര്യം ആകപ്പാടെ വിഷമത്തിലാണ് എങ്കിൽ അതേപോലെയാണ് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും. കാരണം 5 ഭാര്യമാരായി പറഞ്ഞിരിക്കുന്നത് 5 വിഷയങ്ങളെയാണ്, 5 ഇന്ദ്രിയങ്ങളെയാണ്. ഈ 5ന്റെ പിന്നാലെ ഓടി 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 തീരുകയാണ് നമ്മുടെ ജീവിതം. ഇന്ദ്രിയങ്ങളെല്ലാം പുറമേക്ക് നോക്കിയിരിക്കുക. കഠോപനിഷത്തിൽ നിന്ന് മറ്റൊന്നുണ്ട്, അതിനെ കാണാം പരാഞ്ചി ഖാനി വ്യതണ സ്വയംഭൂഹു തസ്മാത് പരാൻ പശ്യതില്ല അന്തരാത്മൻ. എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണ് പുറത്തെന്തുണ്ടെന്ന് നോക്കിയിരിക്കാൻ, ചെവി പുറത്തെന്തുണ്ടെന്ന് നോക്കിയിരിക്കാൻ, ഇങ്ങനെ ഓരോന്നിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കാൻ. ഇതാണ് നമ്മുടെ മനസമാധാനം പോകാനുള്ള കാരണം. അപ്പൊ ഞാനിത് കേട്ടോണ്ടല്ലേ കാണണം തോന്നിയത്, കണ്ടോണ്ടല്ലേ കിട്ടണം തോന്നിയത്. ചിന്തിക്കൂ. അതായത് കേട്ട ശേഷം കാണണം തോന്നി, കണ്ടതോട് കൂടിയിട്ട് കിട്ടണം തോന്നി. കിട്ടണമെന്നുള്ള തോന്നിക്കഴിഞ്ഞാൽ 2 ഫലമാണ് ഉണ്ടാവുക. കിട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 ഫലം എന്തൊക്കെയാണ്? ഒന്നുകിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? കിട്ടിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച ഉണ്ടാവും പരമാവധിയായിട്ട് സന്തോഷം. അത് കഴിഞ്ഞാൽ പോകില്ലേ? 5-8 വർഷങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയ സാധനം നമ്മൾ എത്ര നേരം സന്തോഷിപ്പിക്കും? ചിന്തിച്ചു നോക്കും. 5 കൊല്ലം ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു സാധനം എത്ര കൊല്ലം നമ്മളെ സന്തോഷിപ്പിക്കും? 5 കൊല്ലം സന്തോഷിപ്പിക്കുമോ? ഇല്ല. ഇനി ഇതാണ് കിട്ടിയാലുള്ള അവസ്ഥ. കിട്ടിയില്ലെങ്കിലോ അപ്പൊ തന്നെ നിരാശയും. അപ്പൊ ആഗ്രഹം എന്നൊന്നുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം ഇതർത്ഥം. ഇതാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്നാൽ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒരു കൂസലില്ലാണ്ട് ഇളകാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊരു സമാധാനം. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഈ ദേവഭൂതി ചോദിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ദേവഭൂതിയുടെ മാത്രം ചോദ്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ്. കാരണം നമ്മളും ഇങ്ങനെയാണ്. കണ്ടതിന്റെ പിന്നാലെ, കേട്ടതിന്റെ പിന്നാലെ, രുചിച്ചതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളും. അതുകൊണ്ട് എപ്പോഴെങ്കിലും സ്വസ്ഥമായി, സമാധാനപരമായി, ശാന്തമായി ഇരിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ദേവഭൂതിയോട് എന്നതുപോലെ ഭഗവാൻ പറയുന്ന ഈ ഉപദേശം നമ്മൾ ഏവരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സമാധാനപരമായി ഇരിക്കാനുള്ള വഴി നമുക്ക് മനസ്സിലാവും. ശരി, നോക്കാം. ഭഗവാൻ ഉത്തരം പറയുന്നു. 12ാമത്തെ ശ്ലോകം. ബഭാഷ ഈഷൽ സ്മിത ശോഭിതാനന. ഈഷ കുറച്ച്, സ്മിതം പുഞ്ചിരി, ശോഭിതം ശോഭ കൂട്ടുന്ന, ആനന്ദം മുഖം. അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഇതാ മറുപടി പറയാൻ ആരംഭിക്കുന്നു അർത്ഥം. അപ്പോ എന്താ ഈ പുഞ്ചിരിക്കാൻ കാര്യം? ഒരാൾ വളരെ ഗൗരവതരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? എന്താ പുഞ്ചിരിക്കാൻ കാര്യം? നോക്കൂ, ഈ ചോദ്യം വാസ്തവത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങളാണ് പ്രശ്നക്കാര് എന്നാണ് അമ്മ പറഞ്ഞത്. ഇന്ദ്രിയങ്ങളാണോ പ്രശ്നക്കാര്? ചിന്തിക്കൂ. കണ്ണുകൊണ്ട് കണ്ടതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട എല്ലാ കാഴ്ചകളും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ആലോചിക്കൂ. ഉത്സാഹമില്ലേ കേൾക്കാൻ? ഇല്ല. എന്നാ പിന്നെ ഉഷാറായിട്ട് ഉത്സാഹത്തോടുകൂടി ഇരിക്കും. അതായത് കണ്ട കാഴ്ചകളെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും ഒരു വരിയായിട്ട് വെള്ളശ്ശേരി വല്യമ്പലം വരെ പോകുന്നു എന്ന് വിചാരിക്കാം. നടന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നു എന്ന് വിചാരിക്കാം. പോയി തിരിച്ചു വന്ന ശേഷം മൈക്കെടുത്തിട്ട് ഓരോരുത്തരും കണ്ട കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പോയി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഒരേ കാര്യങ്ങൾ പറയുമോ? ചെറുപ്പക്കാർ കണ്ട കാഴ്ചയാവില്ല, വൃദ്ധന്മാർ കണ്ടിരിക്കാം. യുവതികൾ കണ്ട കാഴ്ചയാവില്ല, യുവാക്കൾ കണ്ടിരിക്കാം. അപ്പോൾ ഓരോരുത്തർ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് കണ്ടിരുന്നില്ലേ? അത് കണ്ടിരുന്നു. എന്തുകൊണ്ടത് പറയാൻ തോന്നിയില്ല? എന്തുകൊണ്ട് തോന്നിയില്ല? അതായത് എന്തുകൊണ്ടോ അതിൽ നമുക്ക്